അമോർഫസ് സോളിഡ്സ് എന്താണെന്നും അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇനി ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ കുറിച്ചാണ്. കാരണം സോളിഡ് സബ്സ്റ്റൻസസിൽ കൂടുതലും ക്രിസ്റ്റലൈൻ നേച്ചറിലുള്ളതാണ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മെറ്റാലിക് എലമെൻറ്റ്സ് ആയിട്ടുള്ള അയൺ, കോപ്പർ, സിൽവർ, അത് നോൺ മെറ്റാലിക് എലമെൻറ്റ്സ് ആയിട്ടുള്ള സൾഫർ, ഫോസ്ഫറസ് ആൻഡ് അയഡിൻ, കോമ്പൗണ്ട്സ് ആയിട്ടുള്ള സോഡിയം ക്ലോറൈഡ്, സിങ്ക് സൾഫൈഡ് ആൻഡ് നാഫ്തലിൻ തുടങ്ങിയവയൊക്കെ ക്രിസ്റ്റലൈൻ സോളിഡ്സ് നേച്ചറിലുള്ള സോളിഡ് സബ്സ്റ്റൻസ് ആണ്. ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്, അതായത് പാർട്ടിക്കിൾസിനിടയിലുള്ള ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസിനെ ബേസ് ചെയ്ത് ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 4ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. മോളിക്കുലാർ സോളിഡ്, അയണിക് സോളിഡ്, മെറ്റാലിക് സോളിഡ് ആൻഡ് കോവാലന്റ് സോളിഡ്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് മോളിക്കുലാർ സോളിഡ്. മോളിക്കുലാർ സോളിഡിനെ പറ്റി പറയുന്നതിന് മുൻപ് ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസിനെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? +1 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസിനെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ് ലൈക്ക് ലണ്ടൻ ഫോഴ്സ്, ഡൈപോൾ ഇൻട്രാക്ഷൻ, ഹൈഡ്രജൻ ബോണ്ടിങ് അല്ലേ? അങ്ങനെ കുറേ ആ ഫോഴ്സസിനെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ മോളിക്യൂൾസിനിടയിൽ ഉണ്ടാകുന്ന ആ ഒരു ഫോഴ്സ്, അതായത് ലണ്ടൻ ഫോഴ്സ്, ഡൈപോൾ ഇൻട്രാക്ഷൻ, ഹൈഡ്രജൻ ബോണ്ടിങ് എല്ലാം തന്നെ മോളിക്യൂൾസിനിടയിൽ ഉണ്ടാവുമ്പോഴാണ് അതെന്താവുന്നത്? മോളിക്കുലാർ സോളിഡായിട്ട് മാറുന്നത്. മോളിക്കുലാർ സോളിഡിലെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് മോളിക്യൂൾസ് ആണ്. കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ആർ മോളിക്യൂൾസ്. There are further subdivided into 3 categories: non-polar molecular solid, polar molecular solid and hydrogen bonded molecular solid. ആർഗൺ, ഹീലിയം പോലെയുള്ള ആറ്റങ്ങളോ അല്ലെങ്കിൽ ഹൈഡ്രജൻ, ക്ലോറിൻ, അയഡിൻ പോലുള്ള മോളിക്യൂൾസോ ഒക്കെ ഉൾപ്പെടുന്നതാണ് നോൺ പോളാർ മോളിക്കുലാർ സോളിഡ് എന്ന് പറയുന്നത്. ഇതിൽ ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസിനെ ബൈൻഡ് ചെയ്ത് നിർത്തുന്ന ഫോഴ്സ് വീക്ക് ഡിസ്പേഴ്സൺ ഫോഴ്സ് അഥവാ ലണ്ടൻ ഫോഴ്സ് ആണ്. അപ്പോൾ ദ ബൈൻഡിങ് ഫോഴ്സ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ ഈസ് വീക്ക് ഡിസ്പേഴ്സൺ ഫോഴ്സ് ഓർ ലണ്ടൻ ഫോഴ്സ്. These solids are soft and non-conductors of electricity. അതേപോലെ തന്നെ നോൺ പോളാർ മോളിക്കുലാർ സോളിഡിന് ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ് ഉള്ളത്. They have low melting point. അടുത്തത് പോളാർ മോളിക്കുലാർ സോളിഡ്. They act between polar molecules like HCl. അപ്പോൾ HCl എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ HCl chlorine being more electronegative, partial negative charge, or hydrogen being less electronegative, positive charge. ഈ ഫിഗർ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഹൈഡ്രജൻ ഡെൽറ്റ പോസിറ്റീവും ക്ലോറിൻ ഡെൽറ്റ നെഗറ്റീവുമാണ് അല്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലോറിൻ മോർ ഇലക്ട്രോ നെഗറ്റീവാണ്, അതുകൊണ്ട് പാർഷ്യൽ നെഗറ്റീവ് ചാർജാണ് ക്ലോറിന്. ഹൈഡ്രജൻ ലെസ് ഇലക്ട്രോ നെഗറ്റീവാണ്, അപ്പോൾ പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ ഈ ക്ലോറിൻ മോളിക്യൂൾസിൻ്റെ, അതായത് ഈ HClൻ്റെ അടുത്തോട്ട് വേറൊരു HClലും കൂടി വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുക? അതായത് അതായത് ക്ലോറിൻ മോളിക്യൂൾസിനിടയിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് വരും. അതായത് നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും ചേരുമ്പോൾ അവിടെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് വരും. ഇത്തരം ഫോഴ്സസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡൈപോൾ ഇൻട്രാക്ഷൻ അഥവാ ഡൈപോൾ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാം പോളാർ മോളിക്യൂൾസിലെ ബൈൻഡിങ് ഫോഴ്സ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ ഈസ് റിലേറ്റീവ്ലി സ്ട്രോങ്ങർ ഡൈപോൾ ഇൻറ്ററാക്ഷൻസ്. പോളാർ മോളിക്യൂൾസിൻ്റെ മറ്റ് പ്രത്യേകതകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ആർ സോഫ്റ്റ്. അതേപോലെ തന്നെ നോൺ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. മെൽറ്റിംഗ് പോയിന്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നോൺ പോളാർ മോളിക്യൂൾസിനേക്കാൾ കൂടിയതാണ് പോളാർ മോളിക്യൂൾസിൻ്റെ മെൽറ്റിംഗ് പോയിന്റ്. അതേപോലെ തന്നെ റൂം ടെമ്പറേച്ചറിലും പ്രഷറിലും ഇത് ലിക്വിഡ്സ് അല്ലെങ്കിൽ ഗ്യാസസോ ആയിട്ട് കാണപ്പെടാറുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോളിഡ് SO2, സോളിഡ് NH3 എക്സെട്ര എക്സാമ്പിളായിട്ട് എടുക്കാവുന്നതാണ്.
അടുത്തത് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്. സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബോണ്ടിങ് ആണ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. അതായത് ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ തുടങ്ങിയ ആറ്റങ്ങളുമായിട്ട് ഹൈഡ്രജൻ ഒരു പോളാർ കോവാലൻ ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബോണ്ടിങ് ആണ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഐസ് പോലെയുള്ള സോളിഡ്സിൽ സ്ട്രോങ് ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ടാണ് മോളിക്യൂൾസിനെ അടുപ്പിച്ച് നിർത്തുന്നത്. ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലർ സോളിഡിൻ്റെ മറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ആർ നോൺ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. അതേപോലെ തന്നെ സാധാരണ റൂം ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ ഇത് വോളറ്റൈൽ ലിക്വിഡ്, അതായത് ബാഷ്പ സ്വഭാവമുള്ള ദ്രാവകമായിട്ടോ അല്ലെങ്കിൽ സോഫ്റ്റ് സോളിഡായിട്ടോ കാണപ്പെടുന്നു. അടുത്തത് അയണിക് സോളിഡാണ്. അതായത് ഈ ചാപ്റ്ററിൽ ഈ ഒരു പാർട്ട് നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല പഠിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗവുമായിട്ട് ഞാൻ അത്ര വലിയ എക്സ്പ്ലനേഷൻസിലോട്ടൊന്നും കടക്കുന്നില്ല. എങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് പാർട്ട് മുതൽ, അതായത് സോളിഡ് സ്റ്റേറ്റിൽ യൂണിറ്റ് സെല്ല് മുതലാണ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് അത്രയ്ക്കധികം എക്സ്പ്ലനേഷൻസ് ഒന്നും ഞാൻ കൊടുക്കുന്നില്ല. Ions are the constant particles. The binding force between the particles is strong electrostatic force of attraction or ionic bond. Ionic solidsലെ മറ്റ് പ്രോപ്പർട്ടീസ് പറയുകയാണെന്നുണ്ടെങ്കിൽ they are hard and brittle. Ionic solids ഹാർഡ് ആണ്, അതേപോലെ തന്നെ ബ്രിട്ടിൽ ആണ്. ബ്രിട്ടിൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, പെട്ടെന്ന് പൊട്ടുന്നവയാണ്. അതേപോലെ തന്നെ they have high melting and boiling point. അയണിക് സോളിഡിന് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻ്റ് ആണ് ഉള്ളത്. അയണിക് സോളിഡിൻ്റെ മറ്റൊരു നേച്ചറാണ് പോളറിൻ നേച്ചർ. അയണിക് സോളിഡിൻ്റെ ഈ പോളറിൻ നേച്ചർ അതിനുള്ള റീസൺ കാറ്റയോൺസ് പോസിറ്റീവ് ചാർജ് ആൻഡ് ആനയോൺസ് നെഗറ്റീവ് ചാർജ്. അതായത് അയണിക് സോളിഡ്സിലെ കാറ്റയോണിന് പോസിറ്റീവ് ചാർജും ആനയോണിന് നെഗറ്റീവ് ചാർജും ഉള്ളതുകൊണ്ടാണ് അത് പോളറിൻ നേച്ചർ കാണിക്കുന്നത്. കണ്ടക്ടിവിറ്റിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അയണിക് സോളിഡ്സ് ആർ ബാഡ് കണ്ടക്ടേഴ്സ് ഇൻ സോളിഡ് ഫോം. അയണിക് സോളിഡ്സ് സോളിഡ് ഫോമിൽ ബാഡ് കണ്ടക്ടേഴ്സ് ആണ്. ബിക്കോസ് ദേ ഡു നോട്ട് ഹാവ് എനി ഫ്രീ അയോൺസ്. കാരണം സോളിഡ് സ്റ്റേറ്റിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന അയോൺസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ സോളിഡ് ഫോമിൽ അയണിക് സോളിഡ് ബാഡ് കണ്ടക്ടറാണ്. ബട്ട് they become good conductors in the molten form. അതായത് മെൽറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മോൾട്ടൺ ഫോമിലാവുമ്പോൾ അയൺസിന് എന്ത് കിട്ടുന്നു? അവിടെ ഫ്രീ മൂവ്മെൻറ്റ്സ് കിട്ടുന്നു. അപ്പോൾ ആ ഫ്രീ മൂവ്മെൻറ്റ്സ് കിട്ടുന്നത് കൊണ്ട് തന്നെ they conduct electricity. അടുത്തത് മെറ്റാലിക് സോളിഡ്. മെറ്റൽസിനെ കുറിച്ച് അല്ലെങ്കിൽ മെറ്റാലിക് സോളിഡിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ they contain a large number of metal ions which are surrounded by a sea of electrons. അതായത് ഒരു കൂട്ടം പോസിറ്റീവ് അയോൺസും അതിനെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്ന സീ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. അതായത് സീ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് എന്നാണ് പറയുന്നത്. സമുദ്രം പോലെ പരന്ന് കിടക്കുന്ന ഫ്രീ ഇലക്ട്രോൺസ്. ആ ഫ്രീ ഇലക്ട്രോൺസിൻ്റെ ഒരു വലിയൊരു കൂട്ടവും ചേർന്നതാണ് മെറ്റൽ അല്ലെങ്കിൽ മെറ്റലിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ കാണുന്നത് പോലെ ഒരു കൂട്ടം പോസിറ്റീവ് അയോൺസും അതിനെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്ന ഫ്രീ നെഗറ്റീവ് ഇലക്ട്രോൺസിൻ്റെ ഒരു കൂട്ടവും ഇത് ചേർന്നതാണ് മെറ്റാലിക് സോളിഡിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ മെറ്റാലിക് സോളിഡിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന്. മെറ്റാലിക് സോളിഡിൻ്റെ മറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗുഡ് കണ്ടക്ടേഴ്സ് ആണ്, highly malleable and ductile, high electrical and thermal conductivity and metallic luster and color. അടുത്തത് കോവാലൻസ് സോളിഡ്. കോവാലൻസ് സോളിഡും മോളിക്കുലർ സോളിഡും ഒക്കെ +1 നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. കോവാലൻസ് സോളിഡിൻ്റെ സ്ട്രക്ചറുകളും കാര്യങ്ങളും എല്ലാം. കോവാലൻസ് സോളിഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ വെരി ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആൻഡ് ബോയിലിംഗ് പോയിൻ്റ്, ഹാർഡ്, rigid and brittle. Two major covalent solids are diamond and graphite, allotropes of carbon.
അലോട്രോപ്സ് എന്താണെന്നറിയാലോ? സെയിം ടൈപ്പ് ഓഫ് ആറ്റം ബട്ട് ഡിഫറെൻറ്റ് സ്ട്രക്ചർ ആൻഡ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടി. ആറ്റം സെയിം ആയിരിക്കും, പക്ഷെ അതിൻ്റെ സ്ട്രക്ചറും പ്രോപ്പർട്ടി എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. എക്സാമ്പിൾ ഡയമണ്ട് ആൻഡ് ഗ്രാഫൈറ്റ് തന്നെയാണ് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ ഡയമണ്ടിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാർബൺ ആറ്റം മറ്റ് 4 കാർബൺ ആറ്റങ്ങളുമായിട്ട് ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അത് ആ രീതിയിലുള്ളതാണ് ഡയമണ്ടിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലേ? ഇതിൻ്റെ മറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടീസ് എല്ലാം നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓർമ്മ കാണുമല്ലോ. എന്തെല്ലാമാണത്? ഇതിൻ്റെ ജോമെട്രിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ടെട്രാഹെഡ്രൽ ജോമെട്രിയാണ് അല്ലേ? അതേപോലെ തന്നെ sp3 ഹൈബ്രിഡൈസേഷനാണ്. ബോണ്ട് ലെങ്ത് 154 പിക്കോമീറ്റർ ആണ് അല്ലേ? അതേപോലെ തന്നെ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആണ് ഡയമണ്ട്. ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആണ്. മറ്റൊരു പ്രത്യേകത ബാഡ് കണ്ടക്ടറാണ് അല്ലേ? അതായത് ഫ്രീ ഇലക്ട്രോൺസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡയമണ്ട് എന്താണ്? ബാഡ് കണ്ടക്ടറാണ്. ഓക്കെ. ഗ്രാഫൈറ്റിന് ഹെക്സഗണൽ അറേഞ്ച്മെൻറ്റ്സ് ആണ് ഉള്ളത്. ഇപ്പോൾ ഗ്രാഫൈറ്റിൽ കാർബൺ ആറ്റംസിനെ ഡിഫറെൻറ്റ് ലെയേഴ്സായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലേ? അതായത് 6 കാർബൺ ആറ്റത്തിൻ്റെ ഒരു ലെയർ നിങ്ങൾക്ക് മുകളിൽ കാണാം. അതേപോലെ തന്നെ ഒരു ലെയർ തന്നെയാണ് എവിടേക്കും വരുന്നത്? താഴത്തോട്ടും വരുന്നത് അല്ലേ? ഇതിങ്ങനെ ആ ലെയർ ഇങ്ങനെ മുകളിലുള്ള അതേപോലത്തെ ഒരു ലെയർ തന്നെയാണ് കുറച്ച് താഴെയായിട്ടും കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഓരോ ലെയറിലെയും ഓരോ കാർബൺ ആറ്റവും ഈ നൈബറിങ് ആയിട്ടുള്ള മറ്റ് 3 കാർബൺ ആറ്റം, മറ്റ് 3 കാർബൺ ആറ്റങ്ങളുമായിട്ട് ഒരു കോവാലൻ ബോണ്ട് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നാലാമത്തെ കാർബൺ ആറ്റം, നാലാമത്തെ ആറ്റം, അത് ചെറിയ ആ ആറ്റത്തിൽ വാലൻസ് ഇലക്ട്രോൺ ആ പാളികൾക്കിടയിൽ, ആ ലെയേഴ്സിന് ഇടയിലായിരിക്കും നമ്മൾ കാണപ്പെടുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യുന്നു? അവിടെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് പറയാം ഗ്രാഫൈറ്റ് ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണെന്ന് നമുക്ക് പറയാം. അപ്പം ഗ്രാഫൈറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ് ഗ്രാഫൈറ്റ് ഗുഡ് കണ്ടക്ടറാണ് എന്നുള്ളതാണ് ഗ്രാഫൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഗ്രാഫൈറ്റിന് ഹെക്സഗണൽ അറേഞ്ച്മെൻറ്റ്സ് ആണ്. sp2 ഹൈബ്രിഡൈസേഷനാണ്. ഗ്രാഫൈറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാഫൈറ്റ് നല്ലൊരു ലൂബ്രിക്കേറ്റിംഗ് ഏജൻ്റ് ആണെന്ന് പറയാം. കാരണം എന്താണെന്നറിയോ? അതായത് ഗ്രാഫൈറ്റിൻ്റെ ആ ലെയേഴ്സിനിടയിൽ, അതായത് ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും ആ ലെയേഴ്സിനിടയിൽ ഒരു ഗ്യാപ്പ് കാണാൻ പറ്റും അല്ലേ? ആ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഗ്രാഫൈറ്റിൻ്റെ പാളികൾ തമ്മിൽ, ആ ലെയേഴ്സ് തമ്മിൽ സ്ലൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒന്നിന് മുകളിൽ ഒന്ന് അല്ലെങ്കിൽ ഒന്ന് മറ്റൊന്നുമായിട്ട് തെന്നി നീങ്ങാനുള്ളൊരു സാധ്യത ഉണ്ട്. അത് തന്നെയാണ് ഗ്രാഫൈറ്റിൻ്റെ ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടിക്കുള്ള കാരണം. അതായത് ഇതുകൊണ്ട് തന്നെയാണ് ഗ്രാഫൈറ്റ് എന്ത് ചെയ്യുന്നത്? ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി കാണിക്കുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് യൂണിറ്റ് സെല്ലിനെ കുറിച്ചാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ, അടുത്ത വീഡിയോയിൽ പഠിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.